രണ്ടു ദിവസമായി ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മറ്റെല്ലാ ശസ്ത്രക്രിയകളും അതുപോലെയുള്ള ചികിത്സകളെല്ലാം മാറ്റിവെച്ച ഒരു സാഹചര്യമാണ് കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ OP ബഹിഷ്കരണവും കുറച്ച് ദിവസമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു റിലേ സമരമായി, അതായത് കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ച സമരത്തിന്റെ പല ഘട്ടങ്ങളിലാണ് തുടർന്ന പല ചർച്ചകളും ഇത്തരത്തിൽ അലസിത്തിരിഞ്ഞതോടുകൂടിയാണ് കൂടുതൽ ശക്തിയോടുകൂടി ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ KGM-CTA തീരുമാനിക്കുന്നത്. നിലവിൽ കാരണം നമുക്ക് കേരളത്തിലൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഡേറ്റ് നൽകിയാണ് ശസ്ത്രക്രിയകളും മറ്റും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു ഡേറ്റ് കിട്ടി ആ ദിവസം ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാരുടെ സമരം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് മാത്രമല്ല, പിന്നീട് എപ്പോൾ ഈ ഒരു ചികിത്സ നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ വളരെ രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വിഭാഗത്തിലും നിരവധി പ്രൊസീജിയറുകൾ, കേസുകൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടക്കാതെ പോകുന്നു. മാത്രമല്ല, ഈ ഒരു അടിയന്തര ചികിത്സകൾ മാത്രമാണ് നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള OP ചികിത്സകൾ അടക്കം, OP കൺസൾട്ടേഷൻ അടക്കം നൽകുന്നത് ഇപ്പോൾ PG ഡോക്ടേഴ്സാണ്. PG ഡോക്ടേഴ്സും കഴിഞ്ഞ ദിവസം സമരത്തിലായിരുന്നു. കാരണം ഇന്നു മുതൽ ആരംഭിക്കാനായിരുന്നു അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പിന്നീട് ആരോഗ്യവകുപ്പുമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടർന്ന് ഒരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ ഒരു KGM-CTA ബന്ധപ്പെട്ട ചർച്ചയിൽ അതിൽ തീരുമാനമായിട്ടില്ല. സർക്കാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിലപാട് മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ചകൾ കടന്നില്ല. അതായത് ഇതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.